ഹലോ, ബേസിക് സയൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ലൈഫ്സ് മിസ്റ്ററീസ് ഇൻ ലിറ്റിൽ ചാമ്പേഴ്സ്, കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ എന്ന ആദ്യ പാഠഭാഗത്തിലെ ഫങ്ഷൻസ് ഓഫ് സെൽസ്, കോശത്തിലെ ജീവധർമ്മങ്ങളെ കുറിച്ചിട്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ കോശങ്ങളിൽ ഒരുപാട് ധർമ്മങ്ങളൊക്കെ നടക്കുന്നുണ്ട് അല്ലേ? ഈ ധർമ്മങ്ങളൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ, നിറവേറ്റണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കോശത്തിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് വളരെയധികം കോംപ്ലക്സ് ആയിട്ടുള്ളതായിരിക്കും അല്ലേ? സങ്കീർണമാണ്. ഇത്രയും ഒരുപാട് ധർമ്മങ്ങളൊക്കെ നിർവഹിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കോശത്തിൻ്റെ ഘടന എന്ന് പറയുന്നത് വളരെയധികം കോംപ്ലക്സ് ആയിട്ടുള്ളതായിരിക്കും. അങ്ങനെ ഓരോ ധർമ്മവും നിറവേറ്റുന്നതിനായിട്ട് എന്ത് ചെയ്യും? കോശത്തിനകത്ത്, സെൽസിനകത്ത് എന്താണ് പ്രത്യേകം ഭാഗങ്ങളുണ്ടാവും അല്ലേ? നിങ്ങൾ ചെറിയ ക്ലാസ്സിലെ പ്ലാന്റ് സെല്ലും ആനിമൽ സെല്ലും, സസ്യകോശവും ജന്തുകോശവും ഒക്കെ പരിചയപ്പെട്ടതല്ലേ? അതിൻ്റെ ഘടനയും അതിൽ ചില ഭാഗങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പം നമുക്കിന്നൊരു സസ്യകോശത്തിനുള്ളിലെ വിവിധ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നിരീക്ഷിച്ച് നോക്കാം. ഒരു പ്ലാന്റ് സെല്ലിൻ്റെ, അതായത് സസ്യകോശത്തിൻ്റെ ചിത്രമാണ് ആ കാണിച്ചിട്ടുള്ളത്. ഇതിൽ നിങ്ങൾക്ക് പരിചയമുള്ള, ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് പാർട്സുകളുണ്ട് അല്ലേ? ഏതൊക്കെയാണത്? കോശഭിത്തി, സെൽ വാള്, കോശസ്തരം, സെൽ മെംബ്രെയിന്, കോശദ്രവ്യം, സൈറ്റോപ്ലാസം ആൻഡ് മർമ്മം, ന്യൂക്ലിയസ്. ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾക്ക് പരിചയമുള്ളതല്ലേ? അതായത് നിങ്ങൾ മുൻപ് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണല്ലേ അത്, ഈ ഭാഗങ്ങളൊക്കെ. ഇത് കൂടാതെ പുതിയ ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട് അല്ലേ? പുതിയ ഒരുപാട് ഭാഗങ്ങളുണ്ട് അതിൽ. അവ ഏതൊക്കെയാണ് നമുക്ക് നോക്കിയാലോ? ഒരു പ്ലാന്റ് സെല്ലിൻ്റെ ഭാഗങ്ങളാണ് സെൽ വാൾ, കോശഭിത്തി, സെൽ മെംബ്രെയിന്, കോശസ്തരം, സൈറ്റോപ്ലാസം, കോശദ്രവ്യം, ന്യൂക്ലിയസ്, മർമ്മം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾജി കോംപ്ലക്സ്, വാക്യൂൾ ഫേനം, ക്ലോറോപ്ലാസ്റ്റ് ഹരിതകണം, മൈറ്റോകോൺട്രിയോൺ ആൻഡ് റൈബോസോം. ഇതിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലായല്ലോ? ഇത്രയും ഭാഗങ്ങളാണ് ഒരു പ്ലാന്റ് സെല്ലിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയി പ്ലാന്റ് സെല്ലിൽ കാണപ്പെടുന്ന ഭാഗങ്ങൾ. കോശസ്തരത്തിനകത്ത്, അതായത് സെൽ മെംബ്രെയിനകത്ത് കാണുന്ന എല്ലാ പദാർത്ഥങ്ങളെയും, സബ്സ്റ്റൻസിനെയും ചേർത്ത് വിളിക്കുന്ന ഒരു പേരുണ്ട്. അതാണ് പ്രോട്ടോപ്ലാസം, ജീവദ്രവ്യം. അപ്പോൾ പ്രോട്ടോപ്ലാസം, ജീവദ്രവ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾ സബ്സ്റ്റൻസസ് ഇൻസൈഡ് ദ സെൽ മെംബ്രെയിൻ കൺസ്റ്റിറ്റ്യൂട്ട് ദി പ്രോട്ടോപ്ലാസം. കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് നമുക്ക് ജീവദ്രവ്യം എന്ന് പറയാം. അങ്ങനെയെങ്കിൽ കോശദ്രവ്യം, അതായത് സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മുടെ പ്രോട്ടോപ്ലാസത്തിൽ, ജീവദ്രവ്യത്തിൽ നിന്ന് മർമ്മത്തെ അങ്ങ് ഒഴിവാക്കുക. മർമ്മം ഒഴികെയുള്ള ഭാഗമാണ് എന്ത്? കോശദ്രവ്യം, സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ പ്രോട്ടോപ്ലാസം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സെൽ മെംബ്രെയിനകത്തുള്ള എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് വിളിക്കുന്നതാണ് പ്രോട്ടോപ്ലാസം, ജീവദ്രവ്യം എന്ന് പറയുന്നത്. എന്നാൽ കോശദ്രവ്യം എന്ന് പറയുന്നത് ഈ പ്രോട്ടോപ്ലാസത്തിൽ നിന്ന്, ജീവദ്രവ്യത്തിൽ നിന്ന് മർമ്മം ഒഴികെയുള്ള ഭാഗത്തെയാണെന്ന് പറയുന്നത് സൈറ്റോപ്ലാസം അല്ലെങ്കിൽ കോശദ്രവ്യം എന്ന് പറയുന്നത്. ലൈഫ് ആക്ടിവിറ്റീസിന്, അതായത് ജീവൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഫാക്ടേഴ്സും, ഘടകങ്ങളും ഈ ഒരു സൈറ്റോപ്ലാസത്തിൽ, കോശദ്രവ്യത്തിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സൈറ്റോപ്ലാസും പ്രോട്ടോപ്ലാസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലായല്ലോ? കോശദ്രവ്യത്തിൽ, സൈറ്റോപ്ലാസത്തിൽ നമ്മുടെ ഫിസിയോളജിക്കൽ ഫങ്ഷൻസ് ഒക്കെ നിർവഹിക്കുന്നതിന്, അതായത് ജീവധർമ്മങ്ങളൊക്കെ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് സൈറ്റോപ്ലാസത്തിൽ, കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സ്പെസിഫിക് പാർട്സ്, അതായത് പ്രത്യേക സവിശേഷ ഘടകങ്ങളാണ് കോശാംഗങ്ങൾ, സെൽ ഓർഗനൽസ് എന്ന് പറയുന്നത്. അതായത് കോശാംഗങ്ങൾ, സെൽ ഓർഗനൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ജീവധർമ്മങ്ങളൊക്കെ നിർവഹിക്കുന്നതിനായിട്ട് കോശദ്രവ്യത്തിൽ, സൈറ്റോപ്ലാസത്തിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങളെയാണ് സെൽ ഓർഗനൽസ്, കോശാംഗങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഏതൊക്കെയാണ് ആ സെൽ ഓർഗനൽസ്, കോശാംഗങ്ങൾ എന്ന് നോക്കിയാലോ? മൈറ്റോകോൺട്രിയോൺ, കോശത്തിലെ പവർ ഹൗസ് ഓഫ് ദ സെൽ എന്നറിയപ്പെടുന്നതാണ് മൈറ്റോകോൺട്രിയോൺ. കോശത്തിലെ ഊർജ്ജ നിലയം എന്നറിയപ്പെടുന്ന സെൽ ഓർഗനൽ, കോശാംഗമാണ് മൈറ്റോകോൺട്രിയോൺ. എനർജി സ്റ്റോർ ചെയ്യാനും അതുപോലെ പ്രൊഡ്യൂസ് ചെയ്യാനും സഹായിക്കുക എന്നതാണ് മൈറ്റോകോൺട്രിയൻ്റെ ഫംഗ്ഷൻ, ധർമ്മം. അതായത് ഊർജ്ജ നിർമ്മാണത്തിനും സംഭരണത്തിനും മൈറ്റോകോൺട്രിയൻ സഹായിക്കുന്നുണ്ട്. നമുക്ക് ഒരുപാട് ഊർജ്ജ ആവശ്യമുള്ള ഭാഗങ്ങളാണല്ലേ കരള്, തലച്ചോറ്, പേശികൾ, അതായത് ലിവറ്, ബ്രെയിൻ, അതുപോലെ മസില്. ഇതിനൊക്കെ എന്തുണ്ട്? ഒരുപാട് ഊർജം ആവശ്യം കൂടുതലുള്ള ഭാഗങ്ങളാണ്. ഇവയുടെയൊക്കെ സെൽസുകളിൽ, കോശങ്ങളിൽ ഈ മൈറ്റോകോൺട്രിയാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്.
കാരണം എന്താണ്, നമ്മുടെ പവർ ഹൗസ് ഓഫ് സെല്ല് എന്ന് പറയുന്നത് മൈറ്റോകോൺട്രിയോൺ ആണല്ലേ. അപ്പോൾ നമുക്ക് എന്താണ്, കരളിലും തലച്ചോറിലും മസിൽസിലൊക്കെ കൂടുതൽ ഊർജം എനർജി ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ആ ഭാഗത്തെ സെൽസുകളിലൊക്കെ എന്തുണ്ടാകും, മൈറ്റോകോൺട്രിയോൺ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ മൈറ്റോകോൺട്രിയോൺ എന്താണെന്നും അതിൻ്റെ ഷേപ്പ് എങ്ങനെയാണെന്നും ഈ ചിത്രത്തിൽ നിന്ന് മനസ്സിലായില്ലേ. ഇനി നെക്സ്റ്റ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം സെൽസിനകത്ത് കോശത്തിനുള്ളിലെ പദാർത്ഥ സംവഹനം, മെറ്റീരിയലിൻ്റെ കണ്ടക്ഷനൊക്കെ നടക്കുന്നത് ഈ ഒരു എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലൂടെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തു പറയാം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തെ പാസേജ് ഇൻ ദ സെല്ല്, കോശത്തിനുള്ളിലെ സഞ്ചാരപാത എന്ന് പറയാം. നമ്മുടെ കോശത്തിന്, സെൽസിന് നന്നായിട്ട് ദൃഢതയും അതായത് എന്താണ് ഫേംനെസ്സും അതുപോലെ ആകൃതി, ഷേപ്പും ഒക്കെ നൽകുന്നതിനാൽ ഈ ഒരു എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തെ നമുക്ക് സൈറ്റോസ്കെലിറ്റണം, കോശാസ്ഥിക്കൂടം എന്ന് വിളിക്കാം. അപ്പോൾ കോശാസ്ഥിക്കൂടം, സൈറ്റോസ്കെലിറ്റൻ എന്നറിയപ്പെടുന്ന സെൽ ഓർഗണൽ ഏതാന്ന് ചോദിച്ചാൽ എന്താ പറയേണ്ടത്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. കോശത്തിലെ സെന്റർ ഓഫ് പ്രോട്ടീൻ സിന്തസിസ്, മാംസ നിർമ്മാണ കേന്ദ്രം എന്നറിയപ്പെടുന്ന കോശാംഗമാണ് റൈബോസോം. സെന്റർ ഓഫ് പ്രോട്ടീൻ സിന്തസിസ് ഇൻ ദ സെല്ല്, റൈബോസോം. കോശത്തിലെ മാംസ നിർമ്മാണ കേന്ദ്രമാണ് റൈബോസോം. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തോട് ചേർന്നിട്ടും അതുപോലെ കോശദ്രവ്യത്തിൽ, സൈറ്റോപ്ലാസത്തിലും നമുക്കിതിനെ ഫ്രീ ആയിട്ട് സ്വതന്ത്രമായിട്ടും ഈ റൈബോസോമിനെ കാണാൻ കഴിയും. നെക്സ്റ്റ് സെൽ ഓർഗണൽ കോശാംഗമാണ് വാക്യൂള്, ഫാനം. വാട്ടർ, ജലം, സോൾട്സ്, ലവണങ്ങൾ, എക്സ്ക്രീറ്ററി മെറ്റീരിയൽസ്, വിസർജ്യ വസ്തുക്കളെ ഇവയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, അതായത് സംഭരിച്ച് വെക്കുന്നത് ഈ ഒരു ഫാനത്തിലാണ്, വാക്യൂളിലാണ്. ഫാനം അല്ലെങ്കിൽ വാക്യൂള് ടോണോപ്ലാസ്റ്റ് എന്ന പ്രത്യേകതരം സവിശേഷതരം സ്ഥലത്താൽ, അതായത് മെംബ്രെയിൻ കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്, ആവരണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫാനത്തെ, വാക്യൂളിനെ കവർ ചെയ്തിട്ടുള്ള ഒരു മെംബ്രെയിൻ്റെ പേരാണ് ടോണോപ്ലാസ്റ്റ്. അടുത്ത കോശാംഗമാണ് ഗോൾജി കോംപ്ലക്സ്. നമ്മുടെ ശരീരത്തിലുള്ള എൻസൈംസ്, രാസാഗ്നികൾ, ഹോർമോൺസ്, മ്യൂക്കസ്, ശ്ലേഷ്മരസങ്ങൾ തുടങ്ങിയിട്ടുള്ള സെൽ സെക്രീഷൻസ് ഉണ്ടാവില്ലേ, കോശസ്രവങ്ങളെയൊക്കെ ചെറിയ സ്മോൾ വെസിക്കിൾസിലാക്കുന്നുണ്ട്, അതായത് ചെറിയ സ്ഥിരസഞ്ചികളിലാക്കുന്നുണ്ട്. ഇവയെ പറയുന്ന പേരാണ് ഗോൾജി കോംപ്ലക്സ്. ആരൊക്കെയാണ്, എൻസൈംസ്, ഹോർമോൺസ്, മ്യൂക്കസ് പോലത്തെ സെൽ സെക്രീഷൻസിന് എന്താക്കും, സ്മോൾ വെസിക്കിൾസിലാക്കും, ചെറിയ സ്ഥിരസഞ്ചികളിലാക്കുന്നുണ്ട്. ഇവയെ പറയുന്ന പേരാണ് ഗോൾജി കോംപ്ലക്സ്. ഈ ഗോൾജി കോംപ്ലക്സ് ഗ്ലാൻഡുലാർ സെൽസ്, ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഗോൾജി കോംപ്ലക്സിന് എവിടെയാണ് കാണപ്പെടുന്നത്, ഗ്ലാൻഡുലാർ സെൽസ്, ഗ്രന്ഥി കോശങ്ങളിലാണ് ഗോൾജി കോംപ്ലക്സിനെ കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ ഇത്രയും സെൽസ് ഓർഗനൽസ് മനസ്സിലായില്ലേ, മൈറ്റോകോൺട്രിയോൺ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, റൈബോസോം, വാക്യൂള്, ഗോൾജി കോംപ്ലക്സ്, ഇവയുടെയൊക്കെ ഫങ്ഷൻസ്, ധർമ്മം എന്താണെന്നും അവ എവിടെയാണ് കാണപ്പെടുന്നതെന്നും മനസ്സിലായെന്ന് കരുതുന്നു. നമ്മൾ ഈ പാഠത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ മൈക്രോസ്കോപ്പിനെ കുറിച്ചിട്ടാണല്ലേ പഠിച്ചത്. മൈക്രോസ്കോപ്പ് ഏത് മൈക്രോസ്കോപ്പായിരുന്നു, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിലെ. സിമ്പിൾ മൈക്രോസ്കോപ്പും കോമ്പൗണ്ട് മൈക്രോസ്കോപ്പൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഇതുവരെ എത്തിയത്. അപ്പോൾ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ പാർട്സുകളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയതാണ്. ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പും ഇലക്ട്രോൺ മൈക്രോസ്കോപ്പും തമ്മിലുള്ള വ്യത്യാസം എന്താ? നിങ്ങൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കണ്ടിട്ടുണ്ടോ? കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് കണ്ടിട്ടുണ്ടല്ലേ, നമ്മുടെ സ്കൂളിലൊക്കെ ഉണ്ടാവും അല്ലേ. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പും ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പും തമ്മിലുള്ള വ്യത്യാസം എന്താ? നമ്മുടെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിലൂടെ ഒരു വസ്തുവിനെ അതിൻ്റെ പരമാവധി മാക്സിമം ഒരു 2000 മടങ്ങ് വലിപ്പത്തിലൊക്കെ മാത്രമേ കാണാൻ കഴിയൂ. എന്നാൽ ഒരു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെ ഒരു വസ്തുവിനെ അതിൻ്റെ അനേക ലക്ഷം മടങ്ങ് വലിപ്പത്തിൽ എന്ത് ചെയ്യാൻ കഴിയും, നമുക്ക് വലുതാക്കി കാണാൻ കഴിയും. പിന്നെ നമ്മുടെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ നമ്മുടെ ലൈറ്റ് സോഴ്സ് ആയിട്ട്, അതായത് പ്രകാശം എങ്ങനെയാണ്, നമ്മുടെ സൺലൈറ്റ് ഒക്കെ വെച്ചിട്ടല്ല, സൂര്യപ്രകാശം ഉപയോഗിച്ചിട്ടൊക്കെയാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ നമ്മുടെ ഒരു വസ്തുവിനെ കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ നമ്മൾ ഒരു വസ്തുവിനെ കാണാൻ വേണ്ടി ലൈറ്റ് സോഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത് എന്നൊക്കെ പറയുന്നതാണ് ഇലക്ട്രോണുകളാണ് അവിടെ ഉപയോഗിക്കുക. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ നമ്മൾ ഇലക്ട്രോണുകൾ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു വസ്തുവിനെ കാണുന്നത്. അപ്പോൾ ഇതാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പും ഇലക്ട്രോൺ മൈക്രോസ്കോപ്പും തമ്മിലുള്ള ഡിഫറൻസ്. ഈ മൈക്രോസ്കോപ്പിൻ്റെ ഹിസ്റ്ററി,
അത് നമ്മുടെ സയൻസിൻ്റെ ഡെവലപ്മെൻറ്റിനെയും അതുപോലെ തന്നെ സയൻസിൽ ടെക്നോളജിയുടെ ഡെവലപ്മെൻറ്റിനെയും അതായത് സാങ്കേതിക വിദ്യയുടെ ഡെവലപ്മെൻറ്റിനെയും ഒക്കെ ഒരു ബെസ്റ്റ് എവിഡൻസ് ആണെന്ന് നമുക്ക് കണക്കാക്കാം. ഇപ്പോൾ നിങ്ങൾ പ്ലാന്റ് സെല്ലിലെ ഭാഗങ്ങളൊക്കെ പരിചയപ്പെട്ടു. ഒരു പ്ലാന്റ് സെല്ലിലെ സെൽസ് ഓർഗനൽസ് അതായത് കോശാംഗങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ? അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളുണ്ട്, ന്യൂക്ലിയസ്, മർമ്മം. ഈ മർമ്മത്തിൻ്റെ ധർമ്മം ഫങ്ഷൻ എന്താണ്? നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. സെൻറ്റർ ഓഫ് ദ സെല്ല്, കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രം അല്ലേ, കേന്ദ്രമായിട്ട് റെഗുലേറ്ററി സെൻറ്ററായിട്ട് കണക്കാക്കുന്ന ഭാഗം ഏതാണ്? ന്യൂക്ലിയസ്. എന്തുകൊണ്ടായിരിക്കും? ഇപ്പം നമ്മുടെ പ്ലാന്റ് സെല്ലാണെങ്കിൽ ഒരുപാട് ഭാഗങ്ങൾ, വേറെ ന്യൂക്ലിയസ് അല്ലാത്ത ഒരുപാട് ഭാഗങ്ങളും ഈ പ്ലാന്റ് സെല്ലിനകത്തുണ്ട് അല്ലേ, സെല്ലിനകത്തുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടായിരിക്കും ന്യൂക്ലിയസിന് ഈ സെൻറ്റർ ഓഫ് ദ സെൽ എന്ന പേര് വരാൻ കാരണം? നമുക്ക് നോക്കാം അല്ലേ, എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു പേര് വന്നതെന്ന്. അതിന് ആദ്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? എന്തൊക്കെയാണ് ഒരു മർമ്മത്തിനുള്ളിൽ ഒരു ന്യൂക്ലിയസിൻ്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടണം. ആ ചിത്രം ഒന്ന് ശ്രദ്ധിച്ചേ. ഏതൊക്കെ ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്? ഏറ്റവും പുറമേലെ ഒരു ന്യൂക്ലിയർ മെംബ്രെയിന്, മർമ്മസ്തരം കാണുന്നുണ്ട്. പിന്നെയോ ന്യൂക്ലിയർ പോറ്, മർമ്മരന്ധ്രം, ക്രോമാറ്റിൻ ജാലിക, ക്രോമാറ്റിൻ റെറ്റിക്കുലം. നെക്സ്റ്റ് ന്യൂക്ലിയോപ്ലാസം, മർമ്മദ്രവ്യം, ആൻഡ് ന്യൂക്ലിയോലസ്, മർമ്മകം. നമ്മളൊരു സെൽസിൽ പറഞ്ഞ പോലെ തന്നെയല്ലേ, സെൽസിൽ എന്തുണ്ട്? ഒരു സെൽ മെംബ്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ന്യൂക്ലിയസിന്, മർമ്മത്തിനും ഒരു ന്യൂക്ലിയർ മെംബ്രെയിൻ, ഒരു മർമ്മസ്തരമുണ്ട്. അതുപോലെ തന്നെ എന്തുണ്ട്? ഇവിടെ ന്യൂക്ലിയസിന് മർമ്മദ്രവ്യം, ന്യൂക്ലിയോപ്ലാസം ഉണ്ട്. നമ്മൾ സെൽസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ, ഒരു കോശത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവിടെ കോശദ്രവ്യം ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അതുപോലെ തന്നെ എന്തുണ്ട്? നമ്മുടെ മർമ്മത്തിനും ഒരു ന്യൂക്ലിയോപ്ലാസം അല്ലെങ്കിൽ മർമ്മദ്രവ്യമുണ്ട്. പിന്നെ ഈ മർമ്മത്തിനകത്ത് എന്തുണ്ട്? ഒരു മർമ്മകം, ന്യൂക്ലിയോലസ് കൂടെ ഉണ്ട്. ഇനി ഈ ഓരോ ഭാഗങ്ങളുടെയും ഫങ്ഷൻസ്, ധർമ്മങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ന്യൂക്ലിയർ മെംബ്രെയിൻ, മർമ്മസ്തരം. നമ്മുടെ ന്യൂക്ലിയസിന്, മർമ്മത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരുപാളികളുള്ള സ്തരമാണ് മർമ്മസ്തരം, ന്യൂക്ലിയർ മെംബ്രെയിന്. നമ്മുടെ ന്യൂക്ലിയസിനെ കവർ ചെയ്തിട്ടുള്ള ഒരു ഡബിൾ ലെയേർഡ് മെംബ്രെയിൻ ആണെന്ത്? ന്യൂക്ലിയർ മെംബ്രെയിൻ, മർമ്മസ്തരം. നെക്സ്റ്റ് ന്യൂക്ലിയർ പോറ്, മർമ്മരന്ധ്രം. നമ്മുടെ ന്യൂക്ലിയർ മെംബ്രെയിനിലുള്ള മർമ്മസ്തരത്തിലുള്ള സുഷിരങ്ങളാണ്, പോഴ്സുകളാണ് എന്ത്? ന്യൂക്ലിയർ പോഴ്സ്. നിങ്ങൾക്ക് ആ ചിത്രത്തിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട് അല്ലേ, മനസ്സിലാകുന്നുണ്ട് എന്താണ്? നമ്മുടെ മർമ്മസ്തരത്തിനുള്ളിലെ ചെറിയ ചെറിയ സുഷിരങ്ങളാണ് എന്ത്? മർമ്മരന്ധ്രം, ന്യൂക്ലിയർ പോർ എന്ന് പറയുന്നത്. ഈ മർമ്മത്തിനകത്തേക്കും അതുപോലെ പുറത്തേക്കൊക്കെ എന്ത് ചെയ്യുക? പദാർത്ഥങ്ങളെ അകത്തേക്കും പുറത്തേക്കൊക്കെ പോകാൻ സഹായിക്കുന്നത് ഈ ഒരു മർമ്മരന്ധ്രമാണ്. അതായത് ന്യൂക്ലിയർ പോറിലൂടെയാണ് എന്ത്? മർമ്മത്തിനകത്തേക്കും പുറത്തേക്കും ഒക്കെ മെറ്റീരിയൽസ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ന്യൂക്ലിയർ പോർ, മർമ്മരന്ധ്രത്തിൻ്റെ ഫങ്ഷൻ, ധർമ്മം എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി നെക്സ്റ്റ് ക്രോമാറ്റിൻ റെറ്റിക്കുലം, ക്രോമാറ്റിൻ ജാലിക. നമ്മുടെ ഈ മർമ്മദ്രവ്യത്തിൽ, അതായത് ന്യൂക്ലിയോപ്ലാസത്തിൽ ഇങ്ങനെ വലക്കണ്ണികൾ പോലെയൊക്കെ ഇങ്ങനെ കെട്ടുപിണഞ്ഞ് കിടന്ന് കാണപ്പെടുന്ന ഭാഗമാണ് ക്രോമാറ്റിൻ ജാലിക, ക്രോമാറ്റിൻ റെറ്റിക്കുലം. ഈ ക്രോമാറ്റിൻ ജാലികയാണ് ജീനുകളെ ഉൾക്കൊള്ളുന്നത്. ഈ ക്രോമാറ്റിൻ ജാലികയിലാണ് നമ്മുടെ ജീനുകൾ കാണപ്പെടുന്നത്. ഇനി ന്യൂക്ലിയോപ്ലാസം, മർമ്മദ്രവ്യം. നമ്മുടെ മർമ്മത്തിനുള്ളിലെ, ന്യൂക്ലിയസിനുള്ളിലെ ഒരു ഫ്ലൂയിഡ് പാർട്ടാണ് എന്ത്? അതായത് ദ്രാവക ഭാഗമാണ് മർമ്മദ്രവ്യം, ന്യൂക്ലിയോപ്ലാസം. ഈ ന്യൂക്ലിയോപ്ലാസത്തിനുള്ളിലാണ് ക്രോമാറ്റിൻ ജാലികയും അതായത് ക്രോമാറ്റിൻ റെറ്റിക്കുലവും മർമ്മകം, ന്യൂക്ലിയോലസും കാണപ്പെടുന്നത്. അപ്പോൾ ഈ ന്യൂക്ലിയോലസ് എന്നാൽ എന്താണ്? മർമ്മകം. മർമ്മകത്തിന്റെ ഷേപ്പ് കണ്ടോ? അതെങ്ങനെയാണ്? ഒരു സ്ഫിയർ ഷേപ്പിലെ സ്ഫെറിക്കൽ ബോഡിയാണ് എന്ത്? അതായത് ഗോളാകൃതിയിലാണ് ഈ ഒരു മർമ്മകം കാണപ്പെടുന്നത്. ഈ മർമ്മകത്തിൽ എന്തുണ്ട്? റൈബോസോം നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരാളാണെന്ത്? മർമ്മകം. അപ്പൊ മർമ്മകത്തിന്റെ, ന്യൂക്ലിയോലസിന്റെ ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? സിന്തസിസ് ഓഫ് റൈബോസോംസ്, റൈബോസോമിനെ നിർമ്മിക്കുക. അപ്പോൾ ഈ ഭാഗങ്ങളുടെ ഒക്കെ ധർമ്മവും അതുപോലെ എവിടെ കാണപ്പെടുന്നതൊക്കെ മനസ്സിലായല്ലോ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ എന്തുകൊണ്ടാണ് ന്യൂക്ലിയസിന്, മർമ്മത്തിന് സെൻറ്റർ ഓഫ് ദ സെല്ല് എന്ന് പറയുന്നത്? അതായത് റെഗുലേറ്റേഴ്സ് ഓഫ് സെൻറ്റർ ഓഫ് ദ സെല്ല്, കോശത്തിന്റെ നിർമ്മാണ കേന്ദ്രം, നിയന്ത്രണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും.
നമ്മുടെ ജീവൽ പ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് ആരാണ്? ന്യൂക്ലിയസ് ആണ്, മർമ്മമാണ്. വിവിധ തരം എൻസൈമുകൾ, അതായത് രാസാഗ്നികളുടെ പ്രവർത്തനം കൊണ്ടാണ് നമ്മുടെ സെൽസിനകത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്. ഏത് എൻസൈമാണ് ഉൽപ്പാദിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നതൊക്കെ എന്താണ്? ഈ മർമ്മത്തിനുള്ളിലെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ക്രോമാറ്റിൻ ജാലിക, ക്രോമാറ്റിൻ റെറ്റിക്കുലാണ് ഏത് എൻസൈമാണ് ഉൽപ്പാദിപ്പിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ അതിൽ അടങ്ങിയിട്ടുള്ള ജീനുകളാണ് അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. ജീനുകൾ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ന്യൂക്ലിയസിനെ കോശത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെയൊക്കെ നിയന്ത്രിക്കാൻ കഴിയുന്നത്. അപ്പോൾ ന്യൂക്ലിയസിനകത്തുള്ള ജീനുകൾ, അതായത് ക്രോമാറ്റിൻ ജാലികയിൽ കാണപ്പെടുന്ന ജീനുകൾ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ന്യൂക്ലിയസിന്, മർമ്മത്തിന് എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് നമുക്ക് ന്യൂക്ലിയസിനെ എന്തു പറയാം? കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രം എന്ന് പറയാം. നമ്മുടെ മനുഷ്യരിലും അതുപോലെ സസ്യങ്ങളിലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ശരീരത്തിലെ സസ്യങ്ങളിലെ ഏതായാലും അതിലെ കോശങ്ങൾക്കൊക്കെ, സെൽസിനൊക്കെ എന്തുണ്ട്? വളരെ കൃത്യമായിട്ടുള്ള ഒരു മർമ്മം, ന്യൂക്ലിയസ് ഉണ്ട് അല്ലേ? നിങ്ങൾ പ്ലാന്റ് സെല്ലിൻ്റെ ചിത്രവും അതുപോലെ അനിമൽ സെല്ലിൻ്റെ ചിത്രവും ഒക്കെ കണ്ടപ്പോൾ, നിരീക്ഷിച്ചപ്പോൾ എന്ത് കണ്ടെത്തിയിട്ടുണ്ട്? രണ്ടിലും എന്തുണ്ട്? നല്ല വ്യക്തമായിട്ടുള്ള ഒരു ന്യൂക്ലിയസ് ഉണ്ട്, മർമ്മവും. ആ മർമ്മം എങ്ങനെയാണ്? നല്ല കോശങ്ങളിൽ എന്തുണ്ട്? സ്ഥിരം മെംബ്രെയിൻ കൊണ്ട് പൊതിഞ്ഞിട്ടുള്ളൊരു മർമ്മമുണ്ട് അല്ലേ? വ്യക്തമായ മർമ്മമുണ്ട്. ഇങ്ങനെയുള്ള ജീവികൾ, അതായത് ജന്തുക്കൾ, സസ്യങ്ങൾ, ഇവയൊക്കെ ഈ വ്യക്തമായിട്ടുള്ള നല്ല സ്ഥലത്താൽ, കോശങ്ങളിൽ സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ട വ്യക്തമായ മർമ്മം കാണപ്പെടുന്ന ജീവികളെ യൂകാരിയോട്ടുകൾ എന്നാണ് വിളിക്കുന്നത്. യൂകാരിയോട്ടുകൾ. അപ്പോൾ നമ്മൾ മനുഷ്യരെയും സസ്യങ്ങളെയും അതുപോലെ അമീബയൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ? അമീബയൊക്കെ നമുക്ക് എന്തു പറയാം? യൂകാരിയോട്ടുകളാണെന്ന് പറയാം. അങ്ങനെയെങ്കിൽ ഈ മർമ്മം ഇല്ലാത്ത ജീവികൾ ഉണ്ടായിരിക്കും അല്ലേ? ഇത് പറയണമെന്നുണ്ടെങ്കിൽ, അതായത് നമ്മളെ യൂകാരിയോട്ടുകൾ എന്ന് വിളിക്കാൻ, വ്യക്തമായ മർമ്മമുള്ള ജീവികളെ യൂകാരിയോട്ടുകൾ എന്ന് വിളിക്കുന്നു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ മർമ്മമില്ലാത്ത ഏതെങ്കിലും ജീവികളൊക്കെ ഉണ്ടായിരിക്കില്ലേ? അതെ, കോശത്തിൽ മർമ്മം കാണപ്പെടാത്ത ജീവികളുണ്ട്. ഏതൊക്കെയായിരിക്കും? ബാക്ടീരിയ, സയനോബാക്ടീരിയ, മൈക്കോപ്ലാസ്മ. ഇവയൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ? നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവില്ലേ? ബാക്ടീരിയ, സയനോബാക്ടീരിയ, മൈക്കോപ്ലാസ്മ തുടങ്ങിയിട്ടുള്ള സൂക്ഷ്മജീവികൾക്ക് ഉണ്ടല്ലേ? ഇവയ്ക്കൊന്നും എന്തില്ല? ഇവയുടെ സെൽസുകളിൽ, കോശത്തിൽ മർമ്മം കാണപ്പെടുന്നില്ല. ഇത്തരം ജീവികളെ വിളിക്കുന്ന പേരാണ് പ്രോകാരിയോട്ടുകൾ. പ്രോകാരിയോട്ടുകൾ. അപ്പോൾ പ്രോകാരിയോട്ടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വ്യക്തമായിട്ടുള്ള, കോശത്തിൽ വ്യക്തമായ മർമ്മം കാണപ്പെടാത്ത ജീവികളാണ് പ്രോകാരിയോട്ടുകൾ. ഉദാഹരണം ആരൊക്കെയാണ്? ബാക്ടീരിയ, സയനോബാക്ടീരിയ, മൈക്കോപ്ലാസ്മ. എന്നാൽ യൂകാരിയോട്ടുകൾ എന്ന് പറഞ്ഞാലോ, കോശങ്ങളിൽ സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ട വ്യക്തമായ മർമ്മം കാണപ്പെടുന്ന ജീവികളാണ് യൂകാരിയോട്ടുകൾ. ഉദാഹരണം അമീബ, ജന്തുക്കൾ, സസ്യങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ പ്ലാന്റ് സെല്ലിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സുകൾ, വിവിധ ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കി. അതുപോലെ സൈറ്റോപ്ലാസവും, അതായത് കോശദ്രവ്യവും ജീവദ്രവ്യം പ്രോട്ടോപ്ലാസും തമ്മിൽ ഡിഫറൻസും, ഡിഫറെൻറ്റ് സെൽ ഓർഗനൽസുകളും അതിൻ്റെ ഫങ്ഷൻസും മനസ്സിലാക്കി. ന്യൂക്ലിയസിൻ്റെ പാർട്സുകളും ഫങ്ഷൻസും മനസ്സിലാക്കി. പ്രോകാരിയോട്ടുകളും യൂകാരിയോട്ടുകളും എന്താണെന്ന് നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു.